ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചിക്കൻ പെരട്ട് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നാണ് നോക്കുന്നത്. നമുക്കാദ്യം ചിക്കൻ നന്നായിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം. ഇതിനകത്ത് ചേർക്കാനായിട്ട് നമുക്ക് മസാല തയ്യാറാക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി എടുക്കണം. അതിനുശേഷം നമ്മളുടെ എരിക്ക് പാകത്തിനുള്ള മുളക് പൊടി, അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് ഫുഡ് കളർ ചേർത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ മാത്രം ചേർത്താൽ മതി, ഇല്ലാത്തവർ ചേർക്കണ്ട. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുത്തത്, അതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കണം. ഒരു പകുതി നാരങ്ങ എടുത്താൽ മതിയാവും. കുറച്ച് ഓയിലും കൂടെ ചേർത്ത് നമുക്ക് ഈ മസാല നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് അത് റെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു മണിക്കൂർ വെച്ചിരിക്കണം. ഒരു മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും നമുക്ക് ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് ചൂടാക്കി അതിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോഴത്തേന് നമുക്ക് നമ്മൾ പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസുകൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് വറുത്തെടുത്തിട്ടാണ് നമ്മളിന്ന് ചിക്കൻ പുരട്ട് തയ്യാറാക്കുന്നത്. ഒരുപാട് വറുക്കണ്ട, ഒരുപാട് മൂത്ത് പോകരുത്. ഒരു ബ്രൗൺ നിറമാകുമ്പോഴേക്കും നമുക്കിതിനെ കോരിയെടുക്കണം. അപ്പോൾ തിരിച്ചിട്ട് കൊടുക്കണം. ഇനി നമുക്ക് എല്ലാ പീസുകളും ഇതേപോലെ തിരിച്ചിട്ട് കൊടുക്കുക. നമ്മളെല്ലാ പീസും തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇത് ഏകദേശം നമുക്ക് ചിക്കൻ പുരട്ടിനുള്ള പരുവത്തിനായിട്ടുണ്ട്. നമുക്കിതിനെല്ലാം ഒന്ന് എണ്ണയിൽ നിന്ന് കോരിയെടുക്കണം. എല്ലാം നമുക്കിതുപോലെ കോരിയെടുക്കാം. ബാക്കി നമ്മൾ പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കനും നമുക്ക് ഈ പരുവത്തിലൊന്ന് വറുത്തെടുക്കാം. അതെല്ലാം വറുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ട ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റി കൊടുക്കണം. അതിനായിട്ട് നമ്മളൊരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് എണ്ണ ഒഴിച്ച് അത് ചൂടാകുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുക. കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞിട്ട് നമുക്കതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി, നമ്മൾ നേരത്തെ പുരട്ടിനകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ചേർത്തായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇതൊന്ന് ഇളക്കി കൊടുക്കുക. നമുക്കിതിനകത്ത് കറി ലീവ്സ് ഇടാം. ഞാനിതിനകത്ത് രമ്പ ഇലയാണ് ഇട്ടിരിക്കുന്നത്. ഉള്ളവർ മാത്രം ഇട്ടാൽ മതി, ഇല്ലാത്തവർക്ക് കറി ലീവ്സ് ഇടാം. എന്നിട്ട് നമുക്കിതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടെ ചേർത്ത് കൊടുക്കണം. ഞാനൊരു 3 സവാളയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതനുസരിച്ച് സവാള ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടാനായിട്ട് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഉള്ളിയൊക്കെ ഏകദേശം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് നമ്മളൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിനകത്തേക്ക് കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം.
അപ്പോൾ ആ മല്ലിപ്പൊടിയുടെ പച്ച മണം മാറുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ പൊടിയൊക്കെ ഇടുമ്പോൾ അടുക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആ മല്ലിപ്പൊടി ഉള്ളിലൊന്ന് നന്നായിട്ട് ഒന്ന് പിടിക്കുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ ആ മല്ലിപ്പൊടിയുടെ പച്ചമണം പോകുന്നവരെ നമ്മളൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ചിക്കൻ വറുക്കാനായിട്ട് പുരട്ടിയതിനകത്ത് മുളക് പൊടിയും കുരുമുളക് പൊടിയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ചളവിൽ മാത്രം മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതിയാകും. പച്ചമുളകും കൂടെ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ ഏകദേശം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് അതിനെ ഒന്ന് വഴറ്റിയെടുക്കുക. നമ്മൾ ഗ്രേവി പോലെ ആക്കണം. നമുക്കിനി ഇതിനെ ഒന്ന് അടച്ച് വയ്ക്കണം. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഏകദേശം അതൊന്ന് നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. നമുക്കിനി അതിനകത്തേക്ക് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ തൈരാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്കിതിനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിന് എത്ര ഗ്രേവിയാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്യണം. ഈ സമയത്തൊക്കെ ഉപ്പ് വേണമെന്നുള്ളവർക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാവുന്നതാണ്. നമ്മൾ ആദ്യം തന്നെ സവാളയിൽ ചേർത്തിട്ടുണ്ട്, പിന്നെ നമ്മൾ പുരട്ടിയ ചിക്കനകത്തും ചേർത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഉപ്പ് മതിയാകും. നമുക്കിതിനൊന്ന് അടച്ച് വെച്ചിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന ചിക്കൻ ഇതിലേക്ക് തട്ടി നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം.
അപ്പോൾ നമ്മുടെ ചിക്കൻ പെരട്ട് ഇവിടെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. നല്ല തിക്കിൽ വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തേക്ക് കുറച്ച് മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ ചിക്കനൊക്കെ വെക്കുമ്പോൾ ലാസ്റ്റ് മാത്രമേ മസാലപ്പൊടി ഇട്ട് കൊടുക്കാവൂ, അല്ലെങ്കിൽ അതിൻ്റെ മണമൊക്കെ നഷ്ടപ്പെടാനായിട്ട് ചാൻസ് ഉണ്ട്. ലാസ്റ്റ് ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു മണമൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ നന്നായിട്ട് നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ചിക്കൻ പെരട്ട് ഇവിടെ ഏകദേശം റെഡിയായി കഴിഞ്ഞു. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ആ ലൈക്കും കൂടെ ഒന്ന് ചെയ്ത് ബെൽ ബട്ടണും കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതെൻ്റെ വീട്ടിലുള്ള മല്ലിയിലയാണേ. അപ്പം നമ്മുടെ ചിക്കൻ പെരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ എൻ്റെ മോളുടെയിലാണ് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നത്. അപ്പോൾ അവൾ കഴിച്ചിട്ട് സൂപ്പർ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.